അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മെഡിക്കൽ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല ആൾക്ക്. വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ നാളുകളായില്ലേ, അപ്പോൾ ഇവരിങ്ങനെ കുണ്ടത്തികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ, അങ്ങനെയുള്ള പരിപാടിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യ അതിനുള്ളതാണ്. അപ്പം അങ്ങനെ അബദ്ധം പറ്റുന്നതിനോട് പറഞ്ഞപ്പോൾ അത് തുറന്നു പറയാൻ പാടില്ല. അയൽവാസിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ ഭാര്യനെയല്ല സ്നേഹിക്കേണ്ടത്. 60 വയസ്സിന് മുകളിലുള്ള ആളാണ്. അത് തന്നെയല്ല, പ്രതിരോധ ശേഷി ഇല്ലാതെ വരികയാണ്. ഈ 1 മാസം മരുന്ന് കഴിയുമ്പോൾ തന്നെ കക്ഷി കുറഞ്ഞു. അദ്ദേഹം മുമ്പ് വേറെ ചികിത്സകളൊക്കെ നടത്തിയിരുന്നോ? ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അമേരിക്കയിൽ ചെറുപ്പക്കാർ പിള്ളേർ പോകുമ്പോൾ അവിടെ ചെറുപ്പക്കാർ കുട്ടികളുണ്ടാവും. അതെ, അവർ കൂടെ പോകരുത്. കാരണം അത് തീർത്താ തീരാത്ത കാര്യങ്ങളും പിന്നെ ഭാര്യയും കൊണ്ട് കൊടുക്കും. ഒരു വിദ്യ പഠിക്കണേ വിഷവിദ്യ പഠിക്കണം, വിഷവിദ്യ പഠിക്കണേ വിഷമിദ്യ പഠിക്കണം. അത് ഗുരുവിനോട് പഠിക്കണം. ഈ രോഗം എനിക്കുണ്ടെന്ന് ആരോടെങ്കിലും പറയോ? അവൻ്റെ ഇഷ്ടാനുസരണം പോകുന്നതാണ്. ആ ഭാഗത്ത് ആർക്കാണ് എന്താണ് നമ്മൾ പരിശോധിച്ചിട്ടല്ലോ കാര്യം നടത്തുന്നത്. പല ആൾക്കാരിൽ കൂടിയാണെങ്കിൽ ആ ബ്ലഡിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അക്ഷരം വിപ്രസേന താമ്പൂലം പാരിസേന എന്നാണ് പറയുന്നത്. ഭാര്യ കൊടുക്കുന്ന ഭക്ഷണവും മറ്റൊരു സ്ത്രീ കൊടുക്കുന്ന ഭക്ഷണവും ശരിയാവോ? അപൂർവങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വനാന്തരങ്ങളിൽ പോയി എടുക്കണം. എറണാകുളം വൈപ്പിങ്ങരയിലാണ് ഒരു ക്യാൻസർ മാറ്റിയത്. അതൊരു വെളിച്ചപ്പാടിനാണ്. വലിയ വലിയ ആസ്പത്രിക്കാര് കൊട്ടേഷൻ കൊടുത്തിട്ട് എന്നെ പോലുള്ള വൈദ്യന്മാരെ അവരില്ലായ്മ ചെയ്തു വരികയാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗലൻ. ഇടുക്കി ജില്ലയിലെ നേര്യമംഗലത്തിനടുത്തുള്ള 5-ാം മൈലിലെ ആദിവാസി പാരമ്പര്യ ചികിത്സകനായിട്ടുള്ള മുത്തുവൈദ്യരെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സാധാരണഗതിയിൽ മനുഷ്യർക്ക് വരുന്ന ഏത് രോഗത്തിനും ഫലപ്രദമായ ലളിതമായ ചികിത്സകൾ നൽകുന്ന അദ്ദേഹത്തിന് 2012 ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് വരെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ക്യാൻസർ മുതൽ HIV രോഗിയായ ഒരു അമേരിക്കൻ മലയാളിയെ വരെ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കിയിട്ടുള്ള ഈ ഒരു ആദിവാസി വൈദ്യരെ പരിചയപ്പെടുത്തുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇടുക്കിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചികിത്സയെ കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുകയും അത് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരുപാടധികം ആളുകൾക്ക് ഉപകാരപ്രദമായേക്കാവുന്ന ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. ഞാൻ 2ാം തവണയും വൈദ്യരെ തേടി ഈ ചുരം കയറിയിരിക്കുകയാണ്. നമുക്ക് ആദ്യമേ അറിയാം, എല്ലാ തരം രോഗങ്ങൾക്കും ആദിവാസി പാരമ്പര്യ ചികിത്സ കൊണ്ട് ഫലപ്രദമായിട്ട് അതിന് ഒരു സുഖപ്രാപ്തി കൊടുക്കുന്ന ഒരാളാണ് വൈദ്യര്. തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ HIV പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ചികിത്സിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഫലം എന്തായി എന്നുള്ളത് അറിയാനാണ് പ്രത്യേകമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ആ ആള് ഇവിടുന്ന് പുറത്ത് പോയി. ആളുടെ പൂർണ്ണമായ രോഗം മാറിയിട്ട് ആള് പോയി കയറിപ്പോയി അമേരിക്കയിൽ പോയി. ആ ആളുടെ അഡ്രസ്സും പേരൊന്നും ചോദിക്കരുത്. ഇല്ല അറിയില്ല കേട്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ 2 പേരുണ്ട്. അത് 1 വർഷത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് ആള് പോയത്. 1 വർഷത്തെ ട്രീറ്റ്മെന്റ് ആള് പോയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും പച്ചമരുന്നിന് കഴിവുണ്ട് എന്ന് ഞാൻ തെളിച്ചു തരാണ്. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോ രഹസ്യമായിട്ട് പറഞ്ഞുതരാൻ, പക്ഷേ ഇതിൽ പറയില്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ 1 വർഷം അദ്ദേഹം ഇവിടെ താമസിച്ചാണോ ചികിത്സ ചെയ്തത്? അല്ല, ഇവിടെ മരുന്ന് വന്ന് വാങ്ങിക്കും. അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് അവിടെ വൈഫിനും ഉണ്ടായിരുന്നു. വൈഫ് വേറെ ട്രീറ്റ്മെന്റ്, വൈഫ് നേഴ്സായിരുന്നു. അവിടെ അവർ ട്രീറ്റ്മെന്റ് അതങ്ങനെ കുറഞ്ഞ് ഇദ്ദേഹത്തിനുള്ളതുകൊണ്ട് അവിടെ ആ കാര്യങ്ങളൊന്നും ശരിയാകാതെ വന്ന് അതുകൊണ്ടാണ് എന്നെടുത്ത് പോകുന്നത്. എത്ര ഇടവേളകളിലായിരുന്നു വൈദ്യരെ കാണാൻ അവർ വന്നിരുന്നത്? അവര് മാസത്തിൽ 1 പ്രാവശ്യം വരും. 1 പ്രാവശ്യം വരും. അപ്പൊ ഈ ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരുപാടധികം മരുന്നുകൾ ഉണ്ടാവും കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, അപൂർവങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് വനാന്തരങ്ങളിൽ പോയി എടുക്കണം. അതിന് ഒത്തിരി കഷ്ടപ്പാടാണ്. അതിന് നല്ല പൈസയൊക്കെ ആവും. അവർക്ക് ചികിത്സിച്ചിട്ട് ഇത് കുറഞ്ഞു വരുന്നതും അതേപോലെ തന്നെ പിന്നീട് അത് ഭേദപ്പെട്ടു, അതായത് പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്? അവർ വിളിച്ചു പറയും. അവർ തന്നെ വിളിച്ചു പറയും. കുഴപ്പമില്ല, ഞാൻ പഴയ കണ്ടീഷനായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ വരുന്ന സമയത്ത് അവർക്ക് ശരിക്കും എന്തൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ? അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക്, അതായത് നമ്മളൊരു എനർജി മർമ്മസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് അത് പറയണോ? ലിംഗം, അതിനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പുരുഷൻ ഉണ്ടാകുന്നത്, അതിനുണ്ടാകുന്ന സംഭവം അതാണ്. സ്ത്രീക്കാണ് യോനി. ഇതൊരു ചൊറിച്ചിലും കടിയും അതിനകത്തുള്ള അസ്വസ്ഥകൾ ഭയങ്കരമായിട്ട് രീതിയിൽ നാവിഭാഗത്തുള്ള വേദനയും കാര്യങ്ങളും ഉണ്ടാവും. അതിന് HIV ആണെന്നും പറഞ്ഞ് വേറെ ആൾക്കാർ ഇങ്ങനെ സർക്കാർ അങ്ങനെ പറയുന്നുണ്ടാവും. ഞങ്ങൾ വൈദ്യന്മാർ HIV എന്നല്ലെന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തും. അതിനുള്ള മരുന്നുകൾ ചെയ്യും. ഇപ്പൊ ഈ വന്ന ഈ പുള്ളി ഉണ്ടല്ലോ, അദ്ദേഹം ഈ ചികിത്സയൊക്കെ മുമ്പ് വേറെ ചികിത്സകളൊക്കെ നടത്തിയിരുന്നോ? ഇഷ്ടം പോലെ നടത്തിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അമേരിക്കയിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. നന്ദകുമാർ സാറിന്റെ BDA കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ആ BDA കൊണ്ട് വന്ന് 3 മാസം കഴിഞ്ഞാണ് കക്ഷി പോയത്, തിരിച്ചു പോയത്. ഈ 1 മാസം മരുന്ന് കഴിയുമ്പോൾ തന്നെ കക്ഷി കുറഞ്ഞു. പിന്നെ 3-ാമത്തെ മാസം 3 കോഴ്സ് മരുന്നുകൾ കൊടുത്ത് വിട്ട്.
അപ്പോൾ 6 മാസങ്ങൾ മരുന്നായി. അതുകൊണ്ട് ആ ആൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞ് ഓക്കെയാണ്. 60 വയസ്സിന് മുകളിലുള്ള ആളാണ്. 60 വയസ്സിന് മുകളിലുള്ള ആളാണ്. അപ്പോൾ അതിന് വൈഫിന് 55 കാണുമല്ലോ. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കണം. വൈഫിന്റെ അഡ്രസ്സും കാര്യം നമുക്കത് ആവശ്യമില്ല. ഇല്ല. വരുമ്പോൾ രോഗിയുടെ കാര്യമാണ് നോക്കുക. അവർക്ക് എവിടെ നിന്നാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്? സംഭവിച്ചത് നമ്മളെ ഒരു ദ്വീപുണ്ടല്ലോ, മാൽദീവ്സ് ആണ്. ദ്വീപ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കക്ഷി ഒരു സർക്കാർ ജോലിക്കാരനുമായിരുന്നു. ഈ കക്ഷി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് കുറെ നാളുകളായില്ലേ. അപ്പൊ ഇവരിങ്ങനെ കുണ്ടത്തികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം വരുന്നതിനോട് പറഞ്ഞപ്പോ അത് തുറന്നു പറയാൻ പാടില്ല. അതെ. ഇല്ല, നമ്മള് ആളാരാണ് എന്താണെന്നുള്ളതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ കിട്ടിയ അബദ്ധമാണ്. അവിടെ നിന്നാണ് കിട്ടിയത്. 1000 രൂപ ഇന്ത്യൻ കറൻസി കൊടുത്താൽ മതി. ഇന്ത്യൻ 1000 രൂപ കൊടുത്താൽ അവരൊക്കെ അങ്ങനെ സംഭവിച്ചാണ്. അവര് പോകും. അപ്പൊ ഇതിൽ പോകുന്ന ആളുകള് ഈ വൈദ്യുതി നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതാണ്, പുരുഷന്മാർ. അപ്പൊ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു. നമുക്ക് അവിടെ പോയി മറ്റു സാധനം മേടിച്ചുകൊണ്ട് വരണ്ട എന്നാണ് ഞാൻ വൈദ്യുതി പറയുന്നത് അവരുടെ. നമ്മളെ പോലെ ചെറുപ്പക്കാർ, എന്നെ പോലില്ല, ചെറുപ്പക്കാർ പിള്ളേർ പോകുമ്പോൾ അവിടെ ചെറുപ്പക്കാർ കുട്ടികളുണ്ടാവും. അവർ കൂടെ പോകരുത് എന്ന് വൈദ്യുതി വാണിയം തരികയാണ് ഇപ്പോൾ. കാരണം അത് തീർത്താൽ തീരാത്ത കാര്യങ്ങളും പിന്നെ ഭാര്യയും കൊണ്ട് കൊടുക്കും, പിന്നെ അല്ലാത്ത എല്ലാവരും കൊണ്ട് കൊടുക്കും. ആ കാര്യത്തിൽ പോകരുത്. തീർച്ചയായിട്ടും. പിന്നെ ലക്ഷങ്ങൾ മുടക്കിയാലും തീരൂല. മാനസിക രോഗിയായി. അതെ. ഈ പുള്ളി ഇവിടെ വരുന്ന സമയത്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ? അദ്ദേഹത്തിന് ഈ ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നാഭി ഭാഗത്തായിരുന്നു. അത് തന്നെയല്ല, പ്രതിരോധ ശേഷി ഇല്ലാതെ വരികയാണ്. അതായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോ ആൾക്ക് ശരിക്കും പറഞ്ഞാല് ഇത് ചികിത്സയുടെ ആദ്യ ഘട്ടത്തിലൊക്കെ ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നോ? ഇത് വൈദ്യർക്ക് ഇത് സുഖപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. അതെ. എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാല് അവസാനം അദ്ദേഹം ടെസ്റ്റ് ചെയ്ത സമയത്ത് ആ ഡോക്ടർ ചെയ്തിട്ടാണല്ലോ പിന്നെ നമ്മുടെ പുറത്തേക്ക് കയറി പോകുന്നത്. അതെ, ടെസ്റ്റ് കഴിഞ്ഞല്ലേ പോകുന്നത്. അതെ. എന്ത് സാധനം നമുക്കുണ്ടോ, അത് ഉണ്ടോ ഇല്ലയോ, നോ യെസ് നോ, അത് പറഞ്ഞിട്ടാണല്ലേ കയറി പോകുന്നത്. തീർച്ചയായിട്ടും. അതെല്ലാം ഇല്ല, നോ. മെഡിക്കൽ എടുക്കണമല്ലോ അല്ലേ? ആ മെഡിക്കൽ ഞാൻ അതിന്റെ സന്തോഷം എനിക്ക് പറഞ്ഞടിക്കാൻ പറ്റില്ല. മെഡിക്കൽ എടുത്തപ്പോ ഒരു കുഴപ്പമില്ല ആൾക്ക്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താ പറയാ, പോയിട്ട് എന്നെ വിളിച്ചു. അമേരിക്കയിലാണോ അവര്? അമേരിക്കയിലാണ്. 100 സന്തോഷവും ഇനി വരാമെന്നും ഇനി അവിടെ നാട്ടിലൊരു വൈദ്യുതി വന്നിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി. അത് ശരി. പക്ഷെ ഒരു രോഗിയെ ഡോക്ടറെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കഴിയുമ്പോൾ രോഗം മാറിക്കഴിഞ്ഞാൽ അവരാരും പിന്നെ അങ്ങ് തിരിഞ്ഞ് ആ ഡോക്ടർ നോക്കാൻ പോകാറില്ല. ആരെങ്കിലും പറയും നല്ല ഡോക്ടറുടെ അവിടെ പൊക്കോളാൻ പറയും. അത്രേ ഉള്ളൂ. ഒരു വൈദ്യനാണെങ്കിലും അങ്ങനെ പറയൂ അല്ലേ? നല്ല വൈദ്യനാട്ടോ. ഈ രോഗം എനിക്കുണ്ടെന്ന് ആരോടെങ്കിലും പറയോ? ഒരിക്കലും പറയില്ല. ഒരു വാതരോഗിയായ പോലും പറയില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ലോകം മുഴുവനും, അമേരിക്കയും ലണ്ടനും UK ഒക്കെ ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വൈദ്യരാണ് ഞാൻ. നേരത്തെ ബുക്ക് ചെയ്യണം. എന്റെ നമ്പറും കൂടി ആയി കൂടെ ചേർത്തോളൂ. തീർച്ചയായിട്ടും. അപ്പോ ഏത് തരത്തിലുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കിലും, ക്യാൻസർ, മൂലക്കുരു എന്ന് പറയുന്നത്, പൈൽസ്, RSS, അപ്പൻഡിക്സ്, മൈഗ്രെയിൻ, മാറാത്ത സാധന തലവേദന, മൈഗ്രെയിൻ എന്ന് പറയുന്നത്, കണ്ണിന്റെ കാര്യങ്ങൾ, അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്കില്ല, ആസ്മ, ചുമ, കുറുകല്, കുഞ്ഞുപിള്ളേർ കുറുകലുണ്ടാകുന്നത്, വാതരോഗങ്ങൾ, കാൽമുട്ട്, വീക്കം, കാലിന് തരിപ്പ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മരപ്പ്, തലക്കറക്കം, തലച്ചുറ്റല്, വണ്ണം കൂടുതലായിട്ട് വരും, അമിതവണ്ണം തന്നെ പിത്തം, വാദം, പിത്തം, കഫം കൊണ്ടുണ്ടാകുന്ന രോഗമാണത്. ആ രോഗത്തിനുള്ള തലക്കറക്കം വന്നാൽ പിത്തത്തിനുള്ള ചികിത്സ കൊടുക്കണം. പിത്തമാണ്, വാദം, പിത്തം, കഫം കൊണ്ടാണ് സർവാംഗം വേദനയും ക്ഷീണവും ഉണ്ടാവുന്നത്. അതിനാണ് പിത്തത്തിനുള്ള മരുന്ന് കൊടുത്താൽ 7 ദിവസം മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് പിത്തം കുറഞ്ഞു, അപ്പോൾ തലക്കറക്കം കുറഞ്ഞു, അപ്പോൾ ആൾ ശിക്ഷയായി. വയറും പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കും. രോഗിയെ കണ്ട് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ വിഷധാരിയും കൂടിയാണ് ഞാൻ. ഏത് കഴിവിഷം വന്നാലും തീർക്കുന്ന ആളാണ് വൈദ്യര്. ഒരു വിദ്യ പഠിക്കണേ വിഷവിദ്യ പഠിക്കണം, വിഷവിദ്യ പഠിക്കണേ വിഷമിച്ച് പഠിക്കണം. അത് ഗുരുവിനോട് പഠിക്കണം. എറണാകുളം വൈപ്പിങ്ങരയിലാണ് ഒരു ക്യാൻസർ മാറ്റിയത്. അതൊരു വെളിച്ചപ്പാടിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കെട്ടിക്കോളാൻ പറഞ്ഞു. അത് കെട്ടി. അദ്ദേഹം അത് കെട്ടി. അപ്പനും മോനും ഇവിടെ വന്നു, അച്ഛനും മോനും ഇവിടെ വന്ന് എന്നോട് വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ഇനി വരാൻ കേട്ടോ. ശ്രീധരയിലാണ് ചികിത്സ. പാവങ്ങളായിരുന്നു. അപ്പോൾ അവർ ഇവിടെ വന്ന് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് എനിക്ക് ഒരു അതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു വംശങ്ങളാണെന്ന് തോന്നി. അത് തന്നെയുമല്ല, ഒന്നുമില്ല, ഒരു ഗതിയില്ലാത്ത ആളുകളാണ്. ഞാൻ എന്നിട്ട് അത് എൻ്റെ ഒരു ഒത്തിരി പ്രയത്നവും എൻ്റെ ഗുരുക്കന്മാരുടെ കഴിവുകൊണ്ട് സത്യം നിന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ദൈവമേ, അവരെ പോലെ ഒത്തിരി ആളുകൾ എൻ്റെ കീഴിലുണ്ട്. സാമ്പത്തികം ഇല്ലാത്തവരാ, എന്ത് ചെയ്യാനാ? എല്ലാം വിറ്റുപറിക്ക് സർക്കാർ ആസ്പത്രികളിലും അല്ലാതെയുള്ള ആസ്പത്രികൾ കൊണ്ട് കൊടുത്ത് മുടിഞ്ഞു. അവര് നശിച്ചു. കെട്ടുതാലിയെല്ലാം പിടിച്ച് എല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം വന്നത് എന്നെ പോലുള്ള വൈദ്യന്മാരുടെ അടുത്താണ്. ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? പക്ഷെ എന്താ ഒരു കാര്യം എന്നറിയാമോ?
വലിയ വലിയ ആസ്പത്രിക്കാർ കൊട്ടേഷൻ കൊടുത്തിട്ട് എന്നെപ്പോലുള്ള വൈദ്യന്മാരെ അവരില്ലായ്മ ചെയ്തു വരികയാണ്. അത് ജനങ്ങൾ കണ്ടുപിടിക്കണം. ജനങ്ങൾ പൈസ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് ലാസ്റ്റ് അവർ ഇങ്ങോട്ട് വരും. വൈദ്യരെ ഒന്നുമില്ല, വാടക വീട്ടിലാണ് താമസിക്കണേ, ഇതൊക്കെ പറയും. ഇതല്ല, ഞങ്ങളെപ്പോലുള്ള വൈദ്യന്മാരെ കണ്ടുപിടിക്കണം. എന്നെപ്പോലുള്ള വൈദ്യന്മാരെ കണ്ടുപിടിച്ചിട്ട് അവിടെ ചികിത്സ തേടണം. ആദിവാസി പാരമ്പര്യ വൈദ്യന്മാരെ കണ്ടിട്ട് അവിടെ ചികിത്സ തേടിയാൽ നിങ്ങൾ ബൈപ്പാസും നട്ടെല്ല് നിങ്ങളുടെ കാലിനുള്ള സകല രോഗങ്ങളും മാറ്റി അവർ തരും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ 35 വർഷമായിട്ട് ഞാൻ ഈ പണി ചെയ്യുന്ന ഒരാളാണ്. 35 വർഷമായിട്ട് മൈസറേട്ട് കളക്ടറുടെ കുടുംബം, മൈസറേട്ടിൻ്റെ കുടുംബം, അങ്ങനെയുള്ള വഴിക്ക് വരെ പോയിട്ടുണ്ട് ഞാൻ. അത് ഇവിടെ CM ആയിരുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും. ഒരു ഫോറസ്റ്റുകാരൻ്റെ കൊച്ചിൻ്റെ കാലിങ്ങനെ തിരിഞ്ഞിരുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് നേരെയായത്. ഉണ്ടായിട്ട് 16 ദിവസമേ ആയിട്ടുള്ളൂ. ആ കുട്ടിയുടെ കാലിങ്ങനെ തിരിഞ്ഞിരുന്ന കാലൊക്കെ എൻ്റെ തൈലോട്ടിട്ട് അത് നേരെയാക്കി കൊടുത്ത ഒരാളാണ് ഞാൻ. അത് ഈ മോറ്റവിടെ എൻ്റെ നാട്ടിൽ തന്നെയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഒരാളെ കാട്ടിൽ വിട്ട് 1000 രൂപ കൂലി കൊടുക്കണം. ഒരാൾ പോയാൽ ഒരു ദിവസം വരില്ല. രണ്ടാമത്തെ ഒരാൾ പോയാൽ 2 പേരും കൂടെ അത് പോകില്ല. കാട്ടിൽ ആനയും പാമ്പും കരടിയും ഒക്കെ ഉണ്ട്. അതിന് വനംവകുപ്പിൻ്റെ അനുവാദം വാങ്ങിക്കണം. ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ അവർ ഒരു 3-4 ദിവസം വരുമ്പോൾ 10,000 10,000 രൂപ കൊടുക്കണം. അപ്പോൾ ഈ പൈസകളൊക്കെ എങ്ങനെ ഉണ്ടാക്കണം? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചികിത്സ വേണ്ടാന്ന് വെച്ചതാണ്. അന്നേരമാണ് നന്ദകുമാർ സാറോട് വരുന്നത്. നന്ദകുമാർ സാറ് പറഞ്ഞ് വൈദ്യരെ അന്വേഷിച്ചിവിടെ ആൾ വരും, ഈ ആൾ നിർത്തരുത്. അങ്ങനെയാണ് ഈ വൈദ്യങ്കരിലുള്ള ഈ ക്യാൻസർ മാറ്റാനുള്ള സംഭവം ഉണ്ടായത്. അപ്പോൾ വൈദ്യരെ, ഇപ്പോൾ HIV രോഗിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ വൈദ്യരുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരികയാണെങ്കിൽ എത്ര കാലം കൊണ്ട് നമുക്കത് ഭേദമാക്കി കൊടുക്കാൻ പറ്റും? ഈ രോഗിയെ കണ്ട് സംസാരിച്ചിട്ട് ആ രോഗിയുടെ രോഗലക്ഷണവും അത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എത്ര വർഷം പഴക്കമുണ്ട്, ഇങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ അല്ലേ? പറ്റുള്ളൂ. ഓക്കെ. സാധാരണഗതിയിൽ ഇപ്പോൾ വലിയ പഴക്കമില്ലാത്തൊരു പെട്ടെന്ന് സമീപകാലത്ത് സംഭവിച്ചതൊക്കെ ആണെങ്കിൽ ഒരാളിൽ കൂടിയാ വന്നതെങ്കിൽ നമുക്കത് വേഗം തീർക്കാൻ കഴിയും. പല ആൾക്കാരിൽ കൂടിയാണെങ്കിൽ ആ ബ്ലഡിൻ്റെയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ റിസൾട്ടുകളൊക്കെ അവർ കൊണ്ടുവരണം. അവർ കൊണ്ടുവരുന്ന റിസൾട്ടുകളൊക്കെ പരിശോധിക്കും അല്ലേ? പരിശോധിച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഒരു നിശ്ചിത ഇടവേളകളിൽ അവർക്ക് ഇത് കുറഞ്ഞോ, ഈ അണുവിൻ്റെ ഒരു സാമീപ്യം കുറഞ്ഞോ എന്നുള്ളത് നോക്കാറുണ്ടോ? അത് അവർ സർക്കാർ ആസ്പത്രി പോയിട്ട് നോക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട്, അവർ കണ്ടുപിടിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ വേറെ ഡോക്ടറെ കാണുക. അത് കൊടുത്തിട്ട് അവർ ചെക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്ടർ നിർദ്ദേശം എനിക്ക് കൊണ്ടുതരണം. അപ്പോൾ കുറഞ്ഞു, ഇനി നിങ്ങൾക്ക് മരുന്ന് വേണ്ട എന്ന് പറയുന്ന ഒരു ഭാഗങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ ഓരോ ഇടവേളകളിലും നോക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയും, ഇത്ര കാലം കഴിയുമ്പോൾ രോഗിയിൽ കൂടിയാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. എൻ്റെ രോഗം ഇതിന് മുക്തമായിട്ടുണ്ട് വൈദ്യരെ, എനിക്കിപ്പോൾ മറ്റേ അസുഖങ്ങളൊന്നും ഇല്ല, എനിക്ക് പൂർണ്ണമായിട്ട് മാറി എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അപ്പം അതുകൊണ്ട് കഴിയുമ്പോൾ അവർ പൂർണ്ണമായിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനം തെറിച്ചുപോയി. അതെ, ആത്മാവിനുള്ളിൽ വേറെ വിഷമാണ് കിടക്കുന്നത്, അറിയാണ്ട് പറ്റിയതാണ്. അതെ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇത് രണ്ടുപേർക്കും സംഭവിക്കാം, രണ്ടാൾക്കും വരാം. അവരുടേത് ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ചില സമയത്ത് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ലത്. അവരുടെ ഇഷ്ടാനുസരണം പോകുന്നതാണ്. ആ ഭാഗത്ത് ആർക്കാണ് എന്താണ് നമ്മൾ പരിശോധിച്ചിട്ടല്ലോ കാര്യം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് രണ്ടുപേർക്കും പറ്റാം. ആ ആളിൽ നിന്ന് ഇങ്ങോട്ടും വരാം, ഈ ആളിൽ നിന്ന് അങ്ങോട്ടും പോവാം. അത് എവിടെയെല്ലാം പോയിട്ടുണ്ട്. ഇങ്ങനെ സ്ഥിരം തൊഴിലായിട്ട് നടക്കുന്ന ആളല്ലല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാസങ്ങളായി വീട്ടിൽ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യങ്ങൾ കിട്ടി, അത് നമ്മൾ കൈകാര്യം ചെയ്തു, കഴിച്ചു. അതിൽ നമുക്ക് അബദ്ധം പറ്റി, ഭാര്യയും കൊണ്ട് കൊടുത്തു. അങ്ങനെയുണ്ട്, അങ്ങനെ വരാം അല്ലേ? അങ്ങനെയും വരാം, വന്നിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയേ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ഭാര്യ ഒരു നഴ്സായതുകൊണ്ട് അത് മാറിപ്പോയി. അതെ, ഭാര്യ കുഴപ്പമില്ല. ഭർത്താവിനെ ഞാൻ അറ്റൻഡ് ചെയ്തു, പിള്ളേരെ കയറ്റി വിട്ടു, പൊക്കൊള്ളാൻ പറഞ്ഞു. തീർച്ചയായിട്ടും മേലാൽ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടിക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഭാര്യ അതിനുള്ളതാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും അവിടെ വരണം, അവർ കാത്തിരിക്കും. അതാണ് വൈദ്യര്. തീർച്ചയായും വളരെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ മേലെ നമുക്കൊരു നിയന്ത്രണം വേണം അല്ലേ? നിയന്ത്രണമല്ല, ഏതൊരിപ്പോൾ ഒരു ചെമ്മണ്ണൂർ കണ്ടില്ലേ, പോയി ബോബി കിടക്കണ കണ്ടില്ലേ, ആ പെണ്ണ് അവർ കാണിക്കുന്ന എന്താ? അങ്ങനെയുള്ള പെണ്ണുങ്ങൾ കാണുമ്പോൾ ഏതൊരു പുരുഷൻ ചുമന്നുകൊണ്ട് പോകില്ലേ? അല്ല, ചുമക്കല്ല വേണ്ടത്, അവർ തൊഴണം. അവരൊരു ദേവിയാണ്, അവരാണ് തൊഴുതെന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ. അവരുടെ ആവശ്യം നമുക്ക് വേണ്ട. അതാണ് അയൽവാസിയെ സ്നേഹിക്കാന്ന് പറയുന്നത്. അയൽവാസിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ ഭാര്യനെയല്ല സ്നേഹിക്കേണ്ടത്. അത് പഴയ കഥകളാണ്. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. സാറിൻ്റെ സമയം ഞാൻ കളയുന്നില്ല.
അച്ഛനും വിപ്രസേന താമ്പൂലം പാരിസേന എന്നാണ് പറയുന്നത്. ഭാര്യ കൊടുക്കുന്ന ഭക്ഷണവും മറ്റൊരു സ്ത്രീ കൊടുക്കുന്ന ഭക്ഷണവും ശരിയാവോ? ഇല്ല, ഒരുപോലെ ആവില്ല. ഈ ലോകത്തുള്ള പുരുഷന്മാരെല്ലാം ഇതാ അറിയേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ കുഞ്ഞുമക്കൾ വരെ ഇതറിയണം, അറിഞ്ഞിരിക്കണം. അമ്മ കൊടുക്കുന്ന വിളമ്പി കൊടുക്കുന്ന ചോറും ഭാര്യ കൊടുക്കുന്ന ചോറുമായിട്ട് രണ്ട് വ്യത്യാസമുണ്ട്. ഭാര്യ കൊണ്ട് തള്ളി കൊടുക്കും, അമ്മ കൊണ്ട് മോനെ കഴിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും. ഭാര്യ കൊടുക്കുന്നതിനാ അവർക്ക് ഇച്ചിരി ഇഷ്ടക്കുറവാണെങ്കിൽ കൊണ്ട് വെച്ചിട്ട് പോകും, എഴുന്നേറ്റ് വേണേൽ കഴിച്ചാൽ മതി. അങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത്. എല്ലാം നടത്തുന്നതും കൊലപാതകവും എല്ലാം അങ്ങനെയാണ് വരുന്നത്. അതുണ്ടാകരുത് ദൈവമേ എന്ന് എൻ്റെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും നമ്മുടെ ഈ ഇന്ത്യ രാജ്യം നന്നാവുമോ? നന്നാവില്ല. ഞാനത് കിടക്കണം കേട്ടോ. തീർച്ചയായിട്ടും അതിലേക്ക് പോയ കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ വെട്ടിക്കൊല്ലും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും മുത്തുവൈദ്യരെ നമ്മൾ വീണ്ടും കാണാൻ കഴിഞ്ഞു. ഏത് അപൂർവമായിട്ടുള്ള രോഗങ്ങൾക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചികിത്സ തേടാനായി എത്താം. അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന ആ സമയത്ത് നിങ്ങൾക്ക് എത്താം. നിങ്ങളുടെ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആദിവാസി ചികിത്സാ വിധി പ്രകാരമുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ഭേദപ്പെട്ടു പോകാം അല്ലേ വൈദ്യരെ? രാഷ്ട്രപതി അവാർഡ് തന്നാ എനിക്ക് 2012 കേട്ടോ. 2012 അവാർഡൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രോഗം നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ. രോഗവിവരം പറഞ്ഞിട്ടേ വരാവൂ. രോഗവിവരനോട് പറഞ്ഞു ആ രോഗിപരമായ രോഗത്തിന് മരുന്നുണ്ടാക്കി വെക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.